റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. പോസ്റ്റ് സ്റ്റഡി വിസ നിയമങ്ങൾ കർശനമാക്കിയിട്ടും ആശ്രിത വിസ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടും യുകെയിലെത്തുന്ന സ്റ്റുഡന്റ് വിസക്കാരുടെ എണ്ണം 2025 കൂടിയതായി റിപ്പോർട്ടുകൾ. 2025 ആദ്യ 5 മാസങ്ങളിൽ യുകെയിലേക്കുള്ള പഠന വിസയ്ക്ക് അപേക്ഷിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം പ്രതീക്ഷിക്കാത്ത വർധന രേഖപ്പെടുത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്ത്. സർക്കാർ പോസ്റ്റ് സ്റ്റഡി വർക്ക് നിയമങ്ങൾ കർശനമാക്കിയ സാഹചര്യത്തിൽ പഠന വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം കുറവായിരിക്കുമെന്നായിരുന്നു പൊതുവെ പ്രതീക്ഷിച്ചിരുന്നത്. യുകെ ഹോം ഓഫീസാണ് ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തുവിട്ടത്. 2025 ജനുവരി മുതൽ മെയ് വരെ 76,400 വിദ്യാർത്ഥികളാണ് യുകെ പഠന വിസയ്ക്ക് അപേക്ഷിച്ചത്. 2024 ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 29% വർധനവാണ് ഇത്. മെയ് മാസത്തിൽ മാത്രം 18,500 പഠന വിസ അപേക്ഷകളുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ വർഷം മെയ് മാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ 19% കൂടുതലാണ്. സ്റ്റുഡന്റ് വിസയിൽ എത്തിയവരുടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കാലയളവ് 2 വർഷത്തിൽ നിന്ന് 18 മാസമായി വെട്ടിക്കുറച്ചിരുന്ന നയമാറ്റം നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യ സ്ഥിതിവിവര കണക്കുകളാണ് ഹോം ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത്. സ്റ്റുഡന്റ് വിസയിലെ നയമാറ്റം പുതുതായി അപേക്ഷിക്കുന്നവരുടെ കാര്യമായി സ്വാധീനിക്കില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സ്റ്റുഡന്റ് വിസയിൽ എത്തുന്നവർക്ക് ഡിപെൻഡന്റ് വിസയിൽ കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്ന കാര്യത്തിലും പിന്നീട് ജോലി കിട്ടി PR ലഭിക്കുന്നതിനും ഒട്ടേറെ നിയന്ത്രണങ്ങൾ സർക്കാർ വരുത്തിയിരുന്നു. കൂടുതൽ വിദ്യാർത്ഥികൾ സുരക്ഷിതവും കൂടുതൽ സ്ഥിരതയുള്ളതുമായ രാജ്യമായി യുകെ കരുതുന്നതായി ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ സ്റ്റഡി ഗ്രൂപ്പിലെ വിദേശകാര്യ ഡയറക്ടർ റൂത്ത് ആർണോൾഡ് അഭിപ്രായപ്പെട്ടു. പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തി ഇസ്രായേൽ ഇറാൻ യുദ്ധം കനക്കുന്നു. ഞായറാഴ്ച മധ്യവടക്കൻ ഇസ്രായേലിലെ വിവിധയിടങ്ങളിൽ ഇറാൻ നടത്തിയ ശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇറാൻ ആക്രമണത്തിൽ ഇസ്രായേലിലെ ബാത്ത് യാമിൽ 61 കെട്ടിടങ്ങൾ തകർന്നു. 35 പേരെ കാണാതായി. 13 മരണങ്ങൾ ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ 224 പേർ കൊല്ലപ്പെട്ടെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് കസേമിയും 2 ഉപമേധാവികളും കൊല്ലപ്പെട്ടു. ഷെഹ്റാനിലെ എണ്ണ സംഭരണശാല കത്തി. ഇറാന്റെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനം ലക്ഷ്യമിട്ടെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇസ്രായേലിൽ നഗരമായ ഹൈഫയിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഹൈഫ നഗരത്തിൽ വലിയ തീപിടുത്തമുണ്ടായി. ജെറുസലേമിൽ സൈറണുകൾ മുഴങ്ങുകയാണ്. ഒരേ സമയം സൈനിക കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി ഇസ്രായേൽ മുന്നേറുമ്പോൾ ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തെ മറികടന്ന് ടെൽ അവീവിൽ ഇറാനും മിസൈലുകൾ വർഷിക്കുന്നു. സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഇറാനിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ രാജ്യത്തിനുള്ളിലെ തന്നെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സുരക്ഷാ സാഹചര്യം നിരന്തരം നിരീക്ഷിക്കുകയും ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. എംബസിയുടെ സൗകര്യത്തോടെ വിദ്യാർത്ഥികളെ ഇറാനിലെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നുണ്ട്. മറ്റ് സാധ്യമായ മാർഗങ്ങൾ പരിഗണനയിലാണ് ഇന്ന് പുലർച്ചെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടലിനെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവിലയിൽ കുതിപ്പ്. യുദ്ധം നീണ്ടുനിന്നാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകും. ബ്രെന്റ് ക്രൂഡിന്റെ വില 10%-ലധികം ഉയർന്ന് ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കുമെന്ന ഇറാന്റെ ഭീഷണിയും വിപണിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡ് വില വ്യാഴാഴ്ച മാത്രം 7% ഉയർന്നത്. ബാരലിന് $74.23 ഇപ്പോൾ വിപണി വില. റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തെ തുടർന്ന് 2022 എണ്ണവില ബാരലിന് $100 ഉയർന്നിരുന്നു. യുദ്ധം ഏഷ്യയിലെയും യൂറോപ്പിലെയും ഓഹരി വിപണികളെയും ബാധിച്ചു. ജപ്പാനിലെ നിക്കൈ ഷെയർ സൂചിക 0.9% കുറഞ്ഞു. ബ്രിട്ടന്റെ FTSE 100 സൂചിക 0.39% കുറഞ്ഞു. അമേരിക്കയിലെ ഓഹരി വിപണികളും ഇടിഞ്ഞു. ഡോക്ടർ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് 1.79% കുറഞ്ഞപ്പോൾ S&P 500 0.69% കുറഞ്ഞു. സ്വർണം, സ്വിസ് ഫ്രാങ്ക് എന്നിവ പോലുള്ള സുരക്ഷിത ആസ്തികൾ നേട്ടം കൈവരിച്ചു. സ്വർണ്ണവില 2 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. 1.2% ഉയർന്ന് ഔൺസിന് $3,423.30 ആയി മാറിയെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. യുകെയിലെ ഡ്രൈവർമാർക്കായി ഈ ആഴ്ച മുതൽ വാഹനങ്ങൾ ഓടിക്കുന്നതിൽ പുതിയ നിയമങ്ങൾ അവതരിപ്പിച്ചു. സ്റ്റാൻഡേർഡ് കാറ്റഗറി B ലൈസൻസ് ഉള്ള യുകെയിലെ ഡ്രൈവർമാർക്ക് ഇപ്പോൾ 4,250 കിലോഗ്രാം വരെ ഭാരമുള്ള ഇലക്ട്രിക് ഹൈഡ്രജൻ വാഹനങ്ങൾ ഓടിക്കാൻ കഴിയും. ഈ മാറ്റം യാന്ത്രികമാണ്. ഡ്രൈവർമാർ അവരുടെ ലൈസൻസ് അപ്ഡേറ്റ് ചെയ്യേണ്ടതില്ല. അധിക യോഗ്യതകളില്ലാതെ വലിയ വാഹനങ്ങൾ ഓടിക്കുന്നത് എളുപ്പമാക്കുന്നതിലൂടെ യുകെയുടെ നെറ്റ് സീറോയിലേക്കുള്ള പരിവർത്തനത്തെ മുൻനിർത്തിയാണ് ഈ അപ്ഡേറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇൻഡിഗോ കാർ ഹയറിന്റെ ഡയറക്ടർ ചെറി കാർട്ടർ പറയുന്നത് വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള നിശബ്ദ നയമാറ്റങ്ങളിലൊന്നാണ് ഇത് എന്നാണ്. പ്രത്യേകിച്ചും ഈ വേനൽക്കാലത്ത് കൂടുതൽ ആളുകൾ വാഹനങ്ങൾ വാടകയ്ക്കെടുക്കാൻ നോക്കുന്ന സാഹചര്യത്തിൽ ഇലക്ട്രിക് ഹൈഡ്രജൻ വാഹനങ്ങളുടെ ഭാരപരിധി ഇപ്പോൾ 4,250 കിലോഗ്രാമായി ഉയർത്തിയതിനാൽ അധിക പേപ്പറുകൾ അല്ലെങ്കിൽ പരിശീലനമില്ലാതെ തന്നെ പല ഡ്രൈവർമാർക്കും വലിയ വാഹനങ്ങളുടെയോ ആളുകളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെയോ ചക്രം നിയമപരമായി ഓടിക്കാമെന്നുള്ള പുതിയ നിയമത്തിന് സ്വീകാര്യത ഏറുന്നു. ഇനി
നാട്ടിലെ വാർത്തകൾ. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. വയനാട്, തൃശൂർ, കാസർഗോഡ്, മലപ്പുറം, കണ്ണൂർ, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കോട്ടയം, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ സ്കൂളുകൾക്കും അങ്കണവാടികൾക്കും മതപഠന സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെന്ററുകൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്കാണ് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 3 ദിവസം അതിശക്തമായ മഴ തുടരും. ഇന്നും നാളെയും മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. വടക്കൻ കേരളത്തിലെ റെഡ് അലർട്ടിന് പുറമെ കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു. കേരള തീരത്ത് നിന്ന് പിടിക്കുന്ന മത്സ്യം ഭക്ഷ്യയോഗമാണെന്നും രാസമാലിന്യമില്ലെന്നും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഡയറക്ടർ ജോർജ് നൈനാൻ പറഞ്ഞു. MSc എൽസ 3 മുങ്ങിയ ശേഷം രാസമാലിന്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ചർച്ച ചെയ്യാൻ സംസ്ഥാന ഫിഷറീസ് മന്ത്രി യോഗം വിളിച്ചു ചേർത്തിരുന്നു. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ തുറമുഖങ്ങളിൽ നിന്ന് മത്സ്യഫെഡ് ശേഖരിച്ച മത്സ്യത്തിന്റെയും വെള്ളത്തിന്റെയും സാമ്പിളുകൾ ഉപയോഗിച്ച് പ്രാഥമിക പഠനം നടത്തി. മത്സ്യം ഭക്ഷ്യയോഗ്യവും സുരക്ഷിതവുമാണ് എന്ന് പരിശോധനയിൽ തെളിഞ്ഞു. സംസ്ഥാനത്തിന്റെ തീരപ്രദേശത്ത് നിന്ന് ശേഖരിച്ച കടൽ വെള്ളത്തിന്റെ pH അളവ് സാധാരണ നിലയിലായിരുന്നു. ഫ്ലൂറസൻസ് പരിശോധനയും പോസിറ്റീവ് ഫലങ്ങൾ നൽകി. ഇതൊരു സെൻസറി വിലയിരുത്തലായിരുന്നു. ബയോകെമിക്കൽ പാരാമീറ്ററുകൾ വിശകലനം ചെയ്യുന്നതിന് വിശദമായ ഒരു പഠനം നടത്തേണ്ടതുണ്ട് എന്നും ജോർജ് നൈനാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളും മത്സ്യക്കച്ചവടക്കാരും വിപണിയിൽ മത്സ്യത്തിനുള്ള ആവശ്യം കുറഞ്ഞതായി മത്സ്യക്കച്ചവടക്കാർ പരാതിപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് CIFT വിലയിരുത്തൽ പുറത്തുവന്നിരിക്കുന്നത്. അതേസമയം അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന 2 കണ്ടെയ്നർ കപ്പലുകൾ ഉൾപ്പെട്ട 2 അപകടങ്ങൾ മൂലമുണ്ടാകുന്ന രാസമാലിന്യത്തിന്റെ ആഘാതത്തെക്കുറിച്ച് ദീർഘകാല പഠനം നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. 14 വർഷങ്ങൾക്കിപ്പുറം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ നിത്യനിവേദ്യമായ പാൽപ്പായസത്തിന്റെ വില കൂട്ടുന്നു. പാൽപ്പായസം തയ്യാറാക്കുന്ന അളവിലും മാറ്റം വരും. പുതുക്കിയ വില ചിങ്ങം 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. 160 രൂപയാണ് നിലവിൽ അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ വില. ഇത് ലിറ്ററിന് 260 രൂപയായി മാറും. 2011 ശേഷം ഇതാദ്യമായാണ് പാൽപ്പായസത്തിന്റെ വിലയിൽ വർധനവുണ്ടാകുന്നത്. തയ്യാറാക്കുന്ന പായസത്തിന്റെ അളവ് വ്യാഴം, ഞായർ ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും 350 ലിറ്ററായും മറ്റ് ദിവസങ്ങളിൽ 300 ലിറ്ററായും വർദ്ധിപ്പിക്കാനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ 260 ലിറ്റർ പായസമാണ് തയ്യാറാക്കുന്നത്. പാൽപ്പായസം ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതിന് സോഫ്റ്റ്വെയർ ഒരുക്കാൻ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറെ നിയോഗിച്ചു. ഇനി സ്പോർട്സ് വാർത്തകൾ. ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ആരംഭിച്ചിരിക്കുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങളാണ് ആദ്യ റൗണ്ടിൽ നടക്കുന്നത്. ഇപ്പോഴത്തെ വമ്പൻ ടീമായ ബയേൺ മ്യൂണിക് തങ്ങളുടെ ആദ്യ മത്സരത്തിൽ തന്നെ വരവറിയിച്ചിരിക്കുകയാണ്. ഓക്ലാൻഡ് സിറ്റിയുമായി ആയിരുന്നു ഗ്രൂപ്പ് സിയിലെ ബയേൺ മ്യൂണിക്കിന്റെ ആദ്യ മത്സരം. ഫിഫ ക്ലബ് വേൾഡ് കപ്പിലെ തന്നെ ഏറ്റവും കുഞ്ഞൻ ടീമാണ് ഓക്ലാൻഡ് സിറ്റി. ഇവരെ എതിരില്ലാത്ത 10 ഗോളുകൾക്കാണ് ബയേൺ മ്യൂണിക് തകർത്തിരിക്കുന്നത്. ബയേൺ മ്യൂണിക്കിനായി ജമാൽ മുസ്ലിയാല ഹാട്രിക് നേടിയും കിങ്സ്ലി കൊമാൻ, മൈക്കൽ ഒലീസ, തോമസ് മുള്ളർ എന്നിവർ ഇരട്ട ഗോളുകൾ നേടിയും സാച്ചാബോയി 1 ഗോൾ വീതവും നേടി തിളങ്ങി. ഫിഫ ക്ലബ് വേൾഡ് കപ്പിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജയമായി ഇത് മാറിക്കഴിഞ്ഞു. കുഞ്ഞൻ ടീമിനെതിരെയുള്ള ആദ്യ ഗോൾ പിറക്കുന്നത് മത്സരം തുടങ്ങി 6-ാം മിനിറ്റിലാണ്. കിങ്സ്ലി കൊമാൻ ആണ് ഓക്ലാൻഡ് സിറ്റിയുടെ വലകുലുക്കി ഗോൾ മഴയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. 2025 ഫിഫ ക്ലബ് ലോകകപ്പ് ഉദ്ഘാടന മത്സരത്തിൽ ലയണൽ മെസ്സിയുടെ ഇന്റർ മിയാമിയെ അൽ അഹ്ലി ഗോൾ രഹിത സമനിലയിൽ തളച്ചു. ശനിയാഴ്ച രാത്രി മിയാമി ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ അൽ അഹ്ലി ഗോൾ കീപ്പർ മുഹമ്മദ് അൽ ഷനാവിയുടെ മികച്ച പ്രകടനമാണ് ഈജിപ്ഷ്യൻ ക്ലബിന് 1 പോയിന്റ് നേടിക്കൊടുത്തത്. മത്സരത്തിന്റെ അധിക സമയത്ത് മെസ്സിയുടെ നിർണായകമായ ഒരു ഷോട്ട് രക്ഷപ്പെടുത്തിയത് ഷനാവിയുടെ മാസ്മരിക പ്രകടനത്തിന് ഉദാഹരണമായി. ആദ്യ പകുതിയിൽ അൽ അഹ്ലിക്ക് വ്യക്തമായ ആധിപത്യമുണ്ടായിരുന്നു. 43-ാം മിനിറ്റിൽ ട്രെസഗയുടെ പെനാൽറ്റി ഇന്റർ മിയാമി ഗോൾ കീപ്പർ ഓസ്കാർ ഉസ്തരി വിദഗ്ധമായി തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവർക്ക് ലീഡ് നേടാമായിരുന്നു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.83 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.